വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി പദ്ധതി കമ്മീഷൻ ചെയ്തത്. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമാണ് സഫലമായത്. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ വി.എൻ. വാസവൻ, ജി.ആർ. അനിൽ, സജി ചെറിയാൻ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, എം.പിമാരായ ശശി തരൂർ, എ റഹീം, ജോൺ ബ്രിട്ടാസ്, ഗൗതം അദാനി, കരൺ അദാനി, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്ത നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തെത്തും. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന് വർഷം 15 ലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യശേഷിയുണ്ട്. 2024 ജൂലൈ 11 മുതൽ ട്രയൽ റണ്ണും ഡിസംബർ 3 മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനും നടക്കുന്നു. ഇതിനകം 253 കപ്പലുകളെത്തി 6 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു. പദ്ധതി നടപ്പാക്കുന്നതിനിടെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി. നിർമ്മാണ വസ്തുക്കളുടെ കുറവ് മൂലം 3000 മീറ്റർ പുലിമുട്ടിന്റെ പുരോഗതി മന്ദഗതിയിലായിരുന്നു. 2017 ഡിസംബറിൽ ഓഖി ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടം നേരിട്ടു. 2018 പ്രളയം, അസാധാരണമായ ഉയർന്ന തിരമാല, 2019 വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, കോവിഡ് പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് മറ്റിടങ്ങളിൽ നിന്നടക്കം പാറക്കല്ലുകൾ എത്തിച്ച് പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയാക്കിയത്. സ്വാഭാവിക ആഴമുള്ള ഏത് കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞത്തേത്. ഡ്രഡ്ജിംഗ് ഇല്ലാതെ തന്നെ 20 മീറ്റർ വരെ ആഴം നിലനിർത്താനാകും. അന്താരാഷ്ട്ര കപ്പൽചാലിലേക്ക് ദൂരം കുറവാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതയാണ്. അദാനി പോർട്ട് ലിമിറ്റഡാണ് തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.